guys, welcome back. ഇന്ന് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആസ് യൂഷ്വൽ ഞാൻ ഫൗണ്ടേഷൻ ചെയിൻ, അതായത് ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലും നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേക്ക് ചെയ്ത പോലെ യാൺ ഓവർ ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ഡബിൾ ക്രോഷേ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ യാൺ ഓവർ ചെയ്ത് അതായത് ലാസ്റ്റ് ചെയിനിലല്ല, തൊട്ട് മുമ്പുള്ള ചെയിനിൻ്റെ അകത്തേക്ക് ഈ ഹുക്കിനെ ഇതുപോലെ അകത്തേക്ക് കടത്തി വിടണം. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഇനി ഈ വർക്കിംഗ് യാണിനെ ഇതുപോലെ എടുത്ത് ആ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് വീണ്ടും 3 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ കിട്ടും. ഇനി വീണ്ടും ഇതുപോലെ യാൺ ഓവർ ചെയ്ത്, ഇവിടെ ഇപ്പോൾ ഓൾറെഡി 3 ലൂപ്പ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം നമ്മുടെ വർക്കിംഗ് യാണിനെ ആ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരണം ഇതേപോലെ. ഇപ്പം നമുക്ക് 2 ലൂപ്പ് നമ്മുടെ ക്രോഷേ ഹുക്കിൽ കിട്ടി. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് ഡബിൾ ക്രോഷേ. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ആദ്യം യാൺ ഓവർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്കിനെ പുറത്തേക്ക് എടുത്ത് ഇപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടി. നമുക്ക് വീണ്ടും വർക്കിംഗ് യാണിനെ യാൺ ഓവർ ചെയ്ത് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മാത്രം അകത്തേക്കൂടെ പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3 ലൂപ്പ് കിട്ടി. വീണ്ടും വർക്കിംഗ് യാണിനെ ഇതുപോലെ യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടി. ഒന്നും കൂടെ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൻ്റെയും കൂടെ ഉള്ളിൽ കൂടെ ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് ഡബിൾ ക്രോഷേ. വളരെ എളുപ്പമാണ്. ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ഹാപ്പി.